ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും. അതിനുവേണ്ടി വലിയ വലിയ പ്ലാൻ എല്ലാം ഇട്ടു. എന്നാൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നില്ല. ഒരു കാര്യം പുതുതായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും ശരി, നമ്മുടെ അഡിക്ഷൻസ് ഓവർകം ചെയ്യണമെന്ന് വിചാരിച്ചാലും ശരി, നമുക്ക് നമ്മുടെ ബിസി ലൈഫ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിന് നമ്മുടെ കയ്യിലില്ല. സോ ഇന്ന് നമ്മള് മൈൻഡ് ഹാക്കിംഗ് എന്ന ബുക്കിൽ നിന്ന് നമ്മുടെ ബ്രെയിന് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, യു ആർ നോട്ട് യുവർ മൈൻഡ്. ഓഗസ്റ്റ് 3, 2012 നാസയുടെ എഞ്ചിനീയേഴ്സ് ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം 2.5 ബില്യൺ ചെലവാക്കി ക്യൂരിയോസിറ്റി എന്നൊരു റോവർ മാർസിലേക്ക് അയച്ചിരുന്നു. അത് അന്നായിരുന്നു മാർസിൽ ലാൻഡ് ആക്കുന്നത്. അത് മാർസിന്റെ അറ്റ്മോസ്ഫിയറിൽ എൻ്റർ ആകുമ്പോൾ 13,000 മൈൽസ് പെർ ഹവർ സ്പീഡിൽ നിന്ന് 7 മിനിറ്റിനുള്ളിൽ 0 മൈൽസ് പെർ ഹവറിലേക്ക് മാറണം. എർത്തിനും മാർസിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് അത് പെർഫെക്റ്റ് ആയിട്ട് ലാൻഡ് ആയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ തന്നെ നാസയിലുള്ളവർക്ക് 14 മിനിറ്റ് എടുക്കും. സോ കറക്റ്റായിട്ട് ലാൻഡ് ആയോ എന്ന് അറിയാൻ 14 മിനിറ്റ് ആകും എന്നുള്ളത് കൊണ്ട് അവർ ആ സമയത്ത് വളരെയധികം ടെൻഷനിലായിരുന്നു. ഫൈനലായിട്ട് നാസ മുമ്പ് സെറ്റ് ചെയ്ത കമാൻഡ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ആ ക്യൂരിയോസിറ്റി റോവറും ലാൻഡ് ചെയ്തു. ഈ ക്യൂരിയോസിറ്റി റോവറിൽ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ അഡ്വാൻസ് തെർമോമീറ്റർ, ഫോട്ടോ എടുക്കാൻ അഡ്വാൻസ് ക്യാമറ, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഒരു മൈക്രോ പ്രോസസർ, പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് മോട്ടേഴ്സ് ആൻഡ് സെൻസേഴ്സും ഉണ്ടായിരുന്നു. ഇതെല്ലാം എർത്തിൽ നിന്ന് നാസയുടെ എഞ്ചിനീയേഴ്സ് ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. ഇപ്പോ എങ്ങനെയാണ് ഈ ക്യൂരിയോസിറ്റി റോവേഴ്സിന് ക്യാമറാസ് ആൻഡ് സെൻസേഴ്സ് ഉള്ളത്? അതുപോലെ നമുക്കും കണ്ണ്, മൂക്ക്, ചെവി ഇതുപോലെ ഒരുപാട് സെൻസറി ഓർഗൻസ് ഉണ്ട്. അതുപോലെ എങ്ങനെയാണ് ക്യൂരിയോസിറ്റി റോവറിന് ബ്രെയിൻ ആയിട്ട് ഒരു മൈക്രോ പ്രോസസർ ഉള്ളത്? അതുപോലെ നമുക്കും ഒരു ബ്രെയിൻ ഉണ്ട്. എങ്ങനെയാണ് നാസയിലുള്ള എഞ്ചിനീയേഴ്സ് ആ മൈക്രോ പ്രോസസറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ആ റോവർ കൺട്രോൾ ചെയ്യുന്നത്? അതുപോലെ നമുക്കും നമ്മുടെ മൈൻഡിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ നാസ റോവറിന്റെ എക്സ്പ്ലനേഷൻ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനെ ഹാക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ബ്രെയിൻ ഹാക്ക് ചെയ്യുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെയും നിങ്ങളുടെ ബ്രെയിനിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് എങ്ങനെയാണ് ആ ക്യൂരിയോസിറ്റി റോവറിലെ ആ മൈക്രോ പ്രോസസർ ഒരു പാർട്ടായിട്ടുള്ളത്, അതുപോലെ നിങ്ങളുടെ ബോഡിയിലെ ബ്രെയിനും നിങ്ങൾ ഒരു പാർട്ടായിട്ട് കാണുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ബ്രെയിനും എപ്പോഴാണ് വേറെ വേറെ കാര്യങ്ങൾ വിചാരിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് അതിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുക. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ തിയേറ്ററിലേക്ക് ഒരു സിനിമ കാണാൻ പോവുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സീറ്റിലിരിക്കുമ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടാകും, എന്തെല്ലാം ഉണ്ടാകുമെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും. സിനിമ ബോറിംഗ് ആണെങ്കിൽ നിങ്ങൾ ആ സിനിമയുമായിട്ട് എൻഗേജ് ആകില്ല. എന്നാൽ സിനിമ സ്റ്റോറി വൈസിലും വിഷ്വലിലും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ ആ പടത്തിൽ ലയിച്ചു പോകും. സിനിമയിൽ വരുന്ന എല്ലാ സീനിലും നിങ്ങൾ ആ സിനിമയിലുള്ളതുപോലെ എമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അത് സിനിമയല്ല സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. ആ സമയം നിങ്ങളുടെ ബ്രെയിന് നിങ്ങളുടെ കൺട്രോളിലില്ല. ഇതുപോലെ നിങ്ങളുടെ ബ്രെയിനിന്റെ കൺട്രോൾ ലൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും. സോ നിങ്ങളുടെ മൈൻഡിനെ അതിന്റെ വഴിക്ക് വിടാതെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അടുത്ത 21 ഡേയ്സിന് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, റാൻഡമായിട്ട് ഇപ്പോൾ എന്റെ മൈൻഡ് എന്താണ് ആലോചിക്കുന്നതെന്ന് ഒരു ചോദ്യം ചോദിക്കുക. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളും നിങ്ങളുടെ മൈൻഡും വേറെ വേറെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് മനസ്സിലായാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്പർ 2, റീക്ലെയിം യുവർ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ഈ മോഡേൺ ഡേ വേൾഡിൽ നമ്മൾ എന്തുകൊണ്ടാണ് എപ്പോഴും ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ ഉള്ളതെങ്കിലും ആക്ച്വലായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അറ്റൻഷൻ എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. ഈ ലോകത്തുള്ള എല്ലാ വലിയ വലിയ ബിസിനസ്മാൻസും നിങ്ങളുടെ അറ്റൻഷൻ അവരുടെ നേരെ തിരിക്കണമെന്നാണ് നോക്കുന്നത്. കാരണം അറ്റൻഷൻ ഈസ് ദ ന്യൂ കറൻസി. ഈ കാരണം കൊണ്ടാണ് ബിസിനസ്മാൻസ് നിങ്ങളുടെ അറ്റൻഷൻ എവിടെയാണ് പേ ചെയ്യുന്നത് അവിടെ അവരുടെ ആഡ്സ് കാണിക്കുന്നത്. ഇതുപോലെ ആഡ്സ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ അവർക്ക് ചിലവുണ്ട്. എന്നാൽ ഒരു ബിസിനസ്മാനും ലോസ് ആകാൻ വേണ്ടി ചിലവാക്കില്ല. സോ ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും ആഡ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കമ്പനിക്ക് 10 rupees പേ ചെയ്തതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഒരു ഫൺ വേയിൽ നിങ്ങളുടെ അറ്റൻഷൻ റീക്ലെയിം ചെയ്യാൻ കഴിയും.
ഇന്നുള്ള ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ്ഫുൾ ആണെങ്കിലും യൂസ്ലെസ് ആണെങ്കിലും കണ്ടന്റ് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ അടുത്ത 21 ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് 1 ഹവറിന് TV, ലാപ്ടോപ്പ് ഇതുപോലെ എല്ലാ ഡിസ്ട്രാക്ഷൻസും അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ഗ്രോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡിസ്ട്രാക്ട് വേൾഡിൽ കോൺസെൻട്രേഷൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് 5 to 10 മിനിറ്റ്സ് ഡീപ് ബ്രെത്ത് എടുക്കാം. നിങ്ങളുടെ ലൈഫ് ഗോൾസ് ഏതെങ്കിലും ഡയറിയിലോ നോട്ടിലോ എഴുതാം. നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ പ്ലാൻസും എഴുതാം. സോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിനൊരു പേർപ്പസ് കിട്ടുക. നിങ്ങൾക്കൊരു പേർപ്പസ് കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുക. ഒരു ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ടൈം വാല്യൂ ചെയ്ത് നിങ്ങളുടെ കോൺസെൻട്രേഷനും അറ്റൻഷനും നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി മാറാൻ കഴിയുക. സോ നിങ്ങളുടെ കോൺസെൻട്രേഷനും അറ്റൻഷനും മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങുക. നമ്പർ 3, യൂസ് ദ പവർ ഓഫ് ഇമാജിനേഷൻ. ഐൻസ്റ്റീനെ നമ്മളെല്ലാവരും വലിയ ജീനിയസ് ആണെന്നാണ് പറയുന്നത്. ആ ജീനിയസ് നമ്മളോട് നോളജിനേക്കാളും ഇമാജിനേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഐൻസ്റ്റീനെ പോലെയുള്ള ഒരു ജീനിയസിനെ പോലും അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് നീ ഒന്നും അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു 3rd ക്ലാസ് പാറ്റേൺ ക്ലർക്ക് ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹത്തിന് അത്ര നോളജ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻസ് വരെ ക്യാൻസൽ ആയിട്ടുണ്ട്. എന്നാൽ ഒരു 3rd ക്ലാസ് പാറ്റേൺ ക്ലർക്ക് ആയിട്ടിരുന്നത് കൊണ്ട് ഈ ലോകത്തിലെ തന്നെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യം ടൈം അദ്ദേഹത്തിന് അടുത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. ഈ സമയം അദ്ദേഹം വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ യൂസ് ചെയ്തു. ഞാൻ ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഞാൻ എലിവേറ്ററിൽ നിന്ന് താഴെ വീണാൽ എങ്ങനെ ഉണ്ടാകും, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്തിരുന്നു. ഈ ഇമാജിനേഷനാണ് അദ്ദേഹത്തിന് ഒരു സൂപ്പർ പവർ ആയിട്ടിരുന്നത് ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഒരു ജീനിയസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിൻ ഹാക്ക് ചെയ്ത് നമുക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതിന് എപ്പോഴും നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് പോലെ ഇമാജിൻ ചെയ്യണം. കാരണം നമ്മളെക്കുറിച്ച് നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത് അതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഞാൻ ഫെയിലാകുമെന്ന് ആലോചിച്ചിരുന്നാല് നിങ്ങൾ എന്തായാലും ഫെയിലാകും. ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കണം, വെൽത്തി ആയിട്ടിരിക്കണം, ഇതുപോലെ പോസിറ്റീവായിട്ട് ഇമാജിൻ ചെയ്താൽ അതുപോലെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ആകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ കോടീശ്വരനാകും, ഞാനിപ്പോൾ വിചാരിച്ച ഉടനെ എനിക്ക് 1 കോടി രൂപ കിട്ടിയോ, ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. നിങ്ങളൊരു 1 കോടി കിട്ടണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് 1 കോടി ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലേ ആ ഓപ്പർച്യൂണിറ്റി ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്നതിന് നിങ്ങളുടെ മൈൻഡ് അലേർട്ട് ആയിരിക്കും. ഈ കാരണം കൊണ്ടാണ് നിങ്ങൾ എന്താണ് ആകണമെന്ന് വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് ഡെയിലി ഇമാജിൻ ചെയ്യുന്നു. അത് റീച്ച് ചെയ്യുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ബ്ലറായി നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. സോ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നതിന് ഇമാജിനേഷൻ യൂസ് ചെയ്ത് നമ്മുടെ ബ്രെയിന് അലേർട്ടായി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കൺമുന്നിലുള്ളതുപോലെ ആയിരിക്കും. സോ നിങ്ങളുടെ ബ്രെയിൻ ഒരു പവർഫുൾ സക്സസ് റിസീവറാക്കി മാറ്റണമെങ്കിൽ ഇമാജിനേഷന്റെ പവർ യൂസ് ചെയ്ത് സക്സസ് റിസീവ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനിനെ ട്യൂൺ ചെയ്തു വെക്കുക. നമ്പർ 4, റീപ്രോഗ്രാമിംഗ്. നമ്മളെല്ലാവർക്കും ഈ കാര്യം അറിയാമായിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കും, എന്നാൽ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഡ്രീംസ് എല്ലാം വരുന്നത്. ഈ കാര്യം നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിന് യൂസ് ചെയ്യാം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഇമാജിൻ ചെയ്യുക, ആലോചിക്കാൻ തുടങ്ങുക. അത് എങ്ങനെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ടയേർഡായാൽ ആ ടയേർഡ്നെസ്സിൽ അങ്ങനെ തന്നെ പോയി ഉറങ്ങുക. ഇങ്ങനെ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡി റെസ്റ്റ് എടുത്താലും നിങ്ങളുടെ മൈൻഡ് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ റഫ് സൊല്യൂഷൻ ഐഡിയ ഒരു പേപ്പറിൽ എഴുതി അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ഒരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്ത് റിയൽ ലൈഫിൽ അത് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. ഈ മെത്തേഡാണ് എഡിസൺ അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് നേരം ആലോചിച്ച് ടയേർഡായാൽ അദ്ദേഹം ഓഫീസിലുള്ള ബെഡിൽ പോയി കിടന്ന് റെസ്റ്റ് എടുക്കും. അദ്ദേഹം ലൈറ്റായിട്ട് ഉറങ്ങുമ്പോൾ അദ്ദേഹം ആലോചിച്ചിരുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുമ്പോൾ
ഒരു പേപ്പറിലോ നോട്ട്ബുക്കിലോ അതിനെക്കുറിച്ച് റഫായിട്ട് എഴുതി അദ്ദേഹത്തിന്റെ ഡ്രാഫ്റ്റ്സ്മാന്റെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അത് ഫൈൻ ട്യൂൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വരച്ച് അതിനുശേഷം മാനുഫാക്ചറിംഗിലേക്ക് പോകും. ഇതുപോലെ ഒരു പുതിയ കാര്യം ഉണ്ടാക്കാൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഫ്രെയിംവർക്കാണ് ഇന്നും ഒരുപാട് കമ്പനീസിന്റെ R&D ഡിപ്പാർട്ട്മെന്റിൽ ഫോളോ ചെയ്യുന്നത്. സോ ഡീപ് തിങ്കിങ്ങിന്റെ സ്ലീപ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം റിയാലിറ്റി ആക്കി മാറ്റാൻ കഴിയും. ഈ കാര്യങ്ങളെല്ലാം 21 ദിവസത്തേക്ക് ട്രൈ ചെയ്ത് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈൻഡ് ഹാക്കിംഗ് എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി. ചാനലിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ്സ് ഞാൻ ഇതിനു മുന്നേ ചെയ്ത് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.